is the day one of my storytelling. So today ഞാൻ പറയാൻ പോകുന്നത് how do I get into craft? എനിക്ക് എന്താണ് ക്രാഫ്റ്റിൽ ബാക്ക്ഗ്രൗണ്ട് ഉള്ളത്, അല്ലെങ്കിൽ ഞാൻ എങ്ങനെയാണ് ഈ വഴിയിലേക്ക് എത്തിയത് എന്നുള്ള കാര്യമാണ്. ദ ഫസ്റ്റ് തിങ് ഐ ഹാവ് ടു സേ ഈസ്, ഞാൻ ഒരിക്കലും ഒരു ക്രാഫ്റ്റർ ആവാൻ ആഗ്രഹിച്ച ഒരാളല്ല, അല്ലെങ്കിൽ ഈ ഒരു മേഖലയിലേക്ക് ഞാൻ എത്തുന്ന പ്രതീക്ഷിച്ച ഒരാളല്ല. ദ ഓൺലി ബാക്ക്ഗ്രൗണ്ട് വിച്ച് ഐ ഹാവ് ഇസ്, നമ്മൾ സ്കൂളിൽ പഠിക്കുമ്പോൾ വർക്ക് എക്സ്പീരിയൻസ് ഉണ്ടാവില്ലേ, അന്നുണ്ടായിരുന്നത് മാത്രമാണ്. നമ്മൾ ഈ പേപ്പർ കൊണ്ട് ഫ്ലവർ ഉണ്ടാക്കുക, എംബ്രോയിഡറി ചെയ്യാം, മാറ്റ് വെച്ചിട്ട് വൂളൻ ത്രെഡും മാറ്റൊക്കെ വെച്ചിട്ട് ചെയ്യുന്ന പരിപാടികൾ, അങ്ങനത്തെ പരിപാടികൾ മാത്രമേ എനിക്കുണ്ടായിരുന്നുള്ളൂ. ആഫ്റ്റർ ദാറ്റ് ഞാൻ ചെറുതായിട്ട് ഫ്ലവറൊക്കെ ഉണ്ടാക്കുമായിരുന്നു. നമ്മൾ ഓക്കെ അല്ലാത്ത സമയത്തെല്ലാം കുഞ്ഞു ഫ്ലവേഴ്സ് കാര്യങ്ങളെല്ലാം ഉണ്ടാക്കി വീട്ടിൽ കുഞ്ഞു കുഞ്ഞു ഡെക്കറേഷൻസ് എല്ലാം ചെയ്യുമായിരുന്നു. അതിൻ്റെ അപ്പുറത്തേക്ക് എനിക്ക് ക്രാഫ്റ്റായിട്ട് ഒരു ബന്ധം ഉണ്ടായിരുന്നില്ല. ആൻഡ് ദ വെരി ഫസ്റ്റ് ക്രാഫ്റ്റ് ഞാൻ ഇങ്ങനത്തെ രീതിയിൽ ചെയ്തിട്ടുണ്ടായിരുന്നത്, ദാറ്റ് വാസ് വൺ ഓഫ് മൈ ഫേവറേറ്റ് പേഴ്സണിന് വേണ്ടിയിട്ട് ഞാൻ ഗിഫ്റ്റ് ചെയ്തിട്ടുള്ളത്. അതിനുശേഷം പിന്നെ പുറം ലോകം കണ്ടിട്ടുള്ള ഒരു ക്രാഫ്റ്റ് എന്ന് പറയുന്നത് ഞാൻ എൻ്റെ ഹസ്ബൻഡിൻ്റെ ബർത്ത്ഡേക്ക് വേണ്ടി ചെയ്തിട്ടുള്ള ഒരു ഗിഫ്റ്റ് ആയിരുന്നു. 9 months ആയിരുന്ന സമയത്ത് ആളുടെ ബർത്ത്ഡേക്ക് വേണ്ടിയിട്ട് ഞാനൊരു സ്ക്രാപ്പ് ബുക്ക് ഉണ്ടാക്കി. ദാറ്റ് വാസ് ദ ഫസ്റ്റ് തിങ് ആളുകൾ കണ്ടത്, ബിക്കോസ് അത് ഞാൻ സ്റ്റാറ്റസ് ഇട്ടിട്ടും ബാക്കിയുള്ള ആളുകൾ സ്റ്റാറ്റസ് ഇട്ടിട്ടും ആളുകൾ കണ്ടിരുന്നു. ആഫ്റ്റർ ദാറ്റ് ആളുടെ ഒരു ഫ്രണ്ടാണ് എനിക്ക് ഓർഡർ തന്നിട്ടുണ്ടായിരുന്നത്, ലൈക്ക് ഇങ്ങനെ ഒരു സാധനം ഞങ്ങളുടെ ആനിവേഴ്സറിക്ക് കൂടെ ഉണ്ടാക്കി തരണം എന്ന് പറഞ്ഞിട്ട്. ആൻഡ് ആഫ്റ്റർ ദാറ്റ് നമുക്ക് 1 by 1 ആയിട്ട് ഫ്രണ്ട്സും കാര്യങ്ങളൊക്കെ കോൺടാക്ട് ചെയ്തിട്ടാണ് ഞാൻ ഈ ഒരു മേഖലയിലേക്ക് എത്തുന്നത്. ആൻഡ് അപ്പോൾ എനിക്കറിയില്ലായിരുന്നു എനിക്കിത് ചെയ്യാൻ പറ്റുമെന്നോ, അല്ലെങ്കിൽ എന്നെക്കൊണ്ട് ഇത് പറ്റും, ഇതാണ് എൻ്റെ വഴി എന്നൊന്നും എനിക്കറിയില്ലായിരുന്നു. നമ്മൾ ആദ്യം ചെയ്തിരുന്നത് വെറും ചാർട്ട് പേപ്പേഴ്സും കളർ പേപ്പേഴ്സും മാത്രം വെച്ചിട്ടായിരുന്നു സ്ക്രാപ്പ് ബുക്ക് ചെയ്തിരുന്നത്. പിന്നീടാണ് അതിന് ഒരുപാട് മെറ്റീരിയൽസ് ഉണ്ട്, ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്, പല ഡിസൈനിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നല്ലോ ഒക്കെ മനസ്സിലാക്കുന്നത്. ആൻഡ് യു നോ വൺ തിങ്, ആ സമയത്തൊന്നും ഇങ്ങനത്തെ സ്ക്രാപ്പ് ബുക്ക് മെറ്റീരിയൽസ് ഒന്നും ഒട്ടും അവൈലബിൾ ആയിരുന്നില്ല. ആൻഡ് ഐ ഹാഡ് ടു ഫൈൻഡ് ഔട്ട് എ സൊല്യൂഷൻ ഫോർ ദ സെയിം. അതെന്താണെന്നുള്ളത് ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ പറയാം.